വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് പോസ്റ്റ് ക്രെഡിറ്റ്സ്. ഇന്ന് നമ്മൾ ഡീപ് ഡൈവ് ചെയ്യാൻ പോകുന്നത് ഗഗനചാരി ടീമിൻ്റെ കൂടെയാണ്. വി ഹാവ് കൃഷാന്ത്, ദി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അനാർക്കലി, ദ മലയാളംസ് ഫസ്റ്റ് എവർ ഏലിയൻ, ആൻഡ് ദ ഡയറക്ടർ, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അരുൺ ചന്തു. വെൽക്കം ടു ദ ഷോ. യെസ്, സിനിമ അടിച്ചു കയറുന്നുണ്ട്. വി ഓൾ ലവ് ദ ഫിലിം. ഞാൻ പേഴ്സണലി 3 വട്ടം കണ്ടു. സോ ഐ ലവ് ദ ഫിലിം. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ബട്ട് ദെൻ റിലീസിന് ശേഷം ഹൗസ് ബീൻ the overall vibe? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ കൂടുതൽ ഹാപ്പിയാണ്. കാര്യം ഗഗനചാരി ഇറങ്ങാൻ വേണ്ടി അത്രയും വെയിറ്റ് ചെയ്തിരുന്നു, അത്രയും ആഗ്രഹിച്ചിരുന്നു. മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഗഗനചാരിയാണ്. ഗഗനചാരിയിൽ ഒരു കാര്യം തുടക്കകാലത്ത് എടുത്തൊരു സിനിമ ആയതുകൊണ്ടും ഐ ഹാഡ് ഹൈ ഹോപ്സ് ഫോർ മൈ കരിയർ ഓൾസോ. അപ്പോൾ ഇതിങ്ങനെ ഒരു സമയത്ത് മലയാളത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ, അതെ, 24 തന്നെ ഇറങ്ങാൻ സാധിച്ചത് ഒരു നിമിത്തമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തു. അല്ലല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. ചന്തുവും പറയും ദർ ഇസ് ദിസ് ഒരു ക്രൗഡ്. പക്ഷേ ഈ ക്രൗഡ് തിയേറ്ററിൽ പോയി പൈസ തരുന്ന റെഡി ആയിട്ടുള്ള ക്രൗഡല്ല, അല്ലേ? ഇവർ കുറച്ചുകൂടെ ടെലഗ്രാമും എന്ന് വെച്ചാൽ ഇവരിനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നമുക്ക് പൈസ തരത്തുള്ളൂ. പേരൻസ് മണി കൊണ്ടൊക്കെ റണ്ണാവുന്ന ആൾക്കാർ, ഒരു പേരൻസ് മണി കൊണ്ട് റണ്ണാവുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു ക്രൗഡ് തിയേറ്ററിലോട്ട് കൊണ്ടുവരാവുന്ന ഒരു സാധനം ആവുമെന്ന് ഭയങ്കര പ്രതീക്ഷയില്ലെങ്കിൽ ഇത് കമ്മ്യൂണിക്കേഷൻ വൈസ് ഇത് ഭയങ്കര ഷാർപ്പാണ്. ഐ ഡോണ്ട് തിങ്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ദേ വിൽ സ്റ്റാർട്ട് വണ്ടറിങ് അബൌട്ട് ഇത് എന്താ ഇങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല. ക്വെർക്കി ആയിട്ടുള്ള ജോക്സുകളും പിന്നെ അതിൻ്റെ രാഷ്ട്രീയം ഒരു സ്റ്റെപ്പ് ബാക്കിലും ഉണ്ട്. അപ്പോൾ റീഡ് ചെയ്യുന്ന ആൾക്കാർക്കും ചുമ്മാ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് തിയേറ്ററിൽ ഇത്രയും ഓടുന്നില്ലെങ്കിലും തിയേറ്ററിൽ പോയി കണ്ട ഒരാൾ വന്നിട്ട് ഞാൻ പൈസ കൊണ്ട് വേസ്റ്റ് ചെയ്യുമെന്ന് പറയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. When I was a third time, actually families ഒക്കെ തിയേറ്റർ സ്ക്രീൻസിലുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഈ പറയുന്ന ടെലഗ്രാം ക്രൗഡ് മാത്രമല്ല. ഇൻഫാക്ട് ദ മൂവി ഐ ഫീൽ ഹാസ് പെർക്കലേറ്റഡ് ഇൻടു ദ നെക്സ്റ്റ് കറക്റ്റ് സെറ്റ്. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ കാണാൻ വരുന്ന ദിസ് ഈസ് എ ബിഗ് ഹോപ്പ് ഫോർ എ ലോഡ് ഓഫ് ഫിലിം മേക്കേഴ്സ്. അതിനോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് അവരുടെ ഐഡിയാസൊക്കെ ഇങ്ങനെയാണ്. അവരൊരു പഴയൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെന്നിരുന്ന് പറയുമ്പോഴത്തേക്കും ദേ ഫീൽ വെരി സ്കാഡ് ആൻഡ് അവരെ മിക്കവാറും അവർ എല്ലാം ഹൈ ആയിട്ട് വരുന്നതെന്നാണ് ഈ പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയല്ല. ദർ ഇസ് എ പെർട്ടിക്കുലർ ക്രൗഡ് ഹിയർ ഓൾസോ. വേറൊരു സെറ്റ് ഓഫ് ഫിലിംസിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥിരം പോകുന്ന ഫിലിംസിനെ ഇതിപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ റീപ്ലേസ് ചെയ്യും എന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സാധനമാണ്. യെസ്, ബട്ട് ദിസ് ഷുഡ് ബി എക്സ്ട്രീംലി സ്പെഷ്യൽ ഫോർ യു. ഐ മീൻ ഇതിൻ്റെ ലാർജസ്റ്റ് ചങ്ക് ഓഫ് ദ സ്റ്റോറി ഓഫ് എന്താ പറയുക ഗഗനചാരി കമ്മിങ് ടു ദ സ്ക്രീൻസ്, അതിൻ്റെ പെയിൻ ഫുള്ള് അനുഭവിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഹൗ ഡു യു ഫീൽ? എനിക്കത് കേൾക്കാൻ വളരെ കൃഷ്ണേട്ടൻ പറഞ്ഞതായിട്ട് ചേർത്ത് വെച്ച് പറയാനാണ് താല്പര്യമുള്ള. ഇങ്ങനത്തെ ഒരു ഓഡിയൻസിൻ്റെ ബ്ലീഡിങ് എഡ്ജ് നമുക്ക് കാണാൻ പറ്റൂടല്ല. ആ ബ്ലീഡിങ് എഡ്ജിനെ പ്രോപ്പർലി നമുക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ, ചാനലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ അവരുടെ ഒരു സപ്പോർട്ട് അല്ലെ, അവരുടെ ഒരു വാംത്ത്, സ്നേഹത്തിൻ്റെ ഒരു വാംത്ത് ഞങ്ങൾ തുടക്കം തൊട്ടേ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കിട്ടിയേക്കുന്ന ഒരു ചെറിയ റേ ഓഫ് ലൈറ്റിലായിരുന്നു ഞങ്ങളുടെ ഹോപ്പ് മുഴുവൻ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നത്. ആൻഡ് റിലീസ് ചെയ്ത സമയത്ത് അവരെല്ലാം നമ്മൾ ഒരുമിച്ച് ഹഗ് ചെയ്ത പോലെയായിരുന്നു. ഈ ഒരു ഓരോ ആഴ്ചയും കഴിയുമ്പം അതിന് കൂടി വന്നിരുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അതിന് കൂടി വന്നിരുന്ന ഒരു റിസപ്ഷൻ. അതേപോലെ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് മൊത്തത്തിൽ നമുക്കൊരു ഡിപ്പുള്ള ദിവസം തന്നെ പോയി കാണാൻ തീരുമാനമൊക്കെ എടുത്തൊക്കെ എന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ അറിയിച്ച സമയത്ത് നമ്മളോട് അങ്ങനെ യാതൊരു ഒബ്ലിഗേഷനും ഇല്ല. അങ്ങനെ 2 മൂവി ചെയ്ത് വർക്കാവാതെ ഒരു ഡയറക്ടർ ഞാൻ ഒരു രീതിയിലും അങ്ങനെ അത് ലുക്കിംഗ് ഫോർവേഡ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റും അല്ല. പക്ഷേ മൂവി വർക്കായെന്ന് അറിഞ്ഞപ്പം എനിക്കറിയാം. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെഡ്പൂളിന് ഫാൻ ഷോ നടത്തുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. വിജയുടെ ഒക്കെ മാറി ഡെഡ്പൂളിനായി ഇവിടെ ഇപ്പം ഫാൻ ഷോ കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ആ ഓഡിയൻസ് നമുക്കുണ്ട്. അവരിൽ കുറേ പേര് തന്നെ ഫിലിമിനെ സ്വപ്നം കാണുന്നുണ്ട്. അവരൊക്കെ നമ്മളോട് ആക്റ്റീവ്ലി ഒരു കോൺവെർസേഷനിലുണ്ട്. ചേട്ടാ ഇങ്ങനെ ഐഡിയ ഉണ്ട്, ഞാൻ ഇങ്ങനത്തെ ഒരു സയൻസ് ഫിക്ഷൻ ഒരു ടൈമിൽ ഷോർട്ട് ഫിലിം ചെയ്തു, ചേട്ടനൊന്ന് കണ്ടു നോക്കുമോ, എനിക്കിങ്ങനത്തെ മൂവി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇനിയും കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ഇതിലും നല്ല മൂവീസ് ഇതേ ജോണറിലും സബ് ജോണറിലൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. അടിപൊളി, ഫാന്റാസ്റ്റിക്. ഈ സിനിമയിൽ മേപ്പാടെന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ തപ്പി കണ്ടുപിടിച്ച് വി ഡൈവ്ഡ് ഡീപ്പ് ഇൻ ടു വാട്ട് ഇസ് റിട്ടൺ. അപ്പോൾ അതിൻ്റെ അകത്ത് താഴ്വാരത്തിൻ്റെ ഒരു റൈറ്റപ്പിൻ്റെ അകത്ത് നമ്മളൊരു സാധനം വായിച്ചു. ഇസ് അബൌട്ട് വെൻ ദ സ്ട്രേഞ്ചർ കംസ് അതുവരെ ദ വാലി ഈസ്
സൂപ്പർ ഒരു ബ്യൂട്ടിഫുൾ ഹേവൻ ആണ്. അതിനുശേഷം ദ ബ്ലഡ് ഇസ് ഇൻ ദ വിൻഡ് ആൻഡ് ദ ഡസ്റ്റ് ഇസ് ഇൻ ദി എയർ. അതേപോലെ തന്നെ ആവാസവ്യൂഹത്തിൻ്റെ തുടക്കത്തിൽ വി ഹാവ് ദിസ് quote which talks about chaos. What is normal to the spider might be chaos to the fly. ഗഗനചാരിയിലും ഇങ്ങനെ ഒരു chaos എന്ന് പറയുന്ന ഒരു കോമൺ എലമെൻ്റ് ഉണ്ട്, വിച്ച് ഈസ് ദ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കേരള എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ രണ്ടുപേരുടെയും ഈ പറയുന്ന ഐ ഡോണ്ട് നോ, ഇപ്പോൾ നമ്മൾ ജോക്കറൊക്കെ പറയുന്നത് പോലെ ഐ ആം എൻ ഏജൻറ്റ് ഓഫ് കെയോസ് എന്ന് പറയുന്നത് പോലെ യു യൂസ്ഡ് കെയോസ് ടു ഇൻ കേരള, ഒരു കേരള സെറ്റിങ്ങിൻ്റെ അകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഇത് ഉപയോഗിച്ചായിട്ട് തോന്നി. സോ വെൻ യു വർക്ക്ഡ് ഓൺ ഇറ്റ്, എന്തായിരുന്നു ദ വെരി സോൾ ഓഫ് ബിൽഡിംഗ് ദ സ്റ്റോറി വിത്ത്? ഇപ്പോൾ കോവിഡ് സമയത്ത് നമുക്കൊക്കെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്സ് സിനാരിയോയുടെ ഒരു ചെറിയ ഒരു ഫ്ലാഷ് വന്നിട്ട് പോയല്ലോ. നമ്മൾ രാവിലെ ഈ പാല് വാങ്ങിക്കാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഐ ആം ലെജൻഡിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് പോലെയൊക്കെയാണ് റോഡൊക്കെ കിടന്നിരുന്നത്. അപ്പോൾ നമുക്കത് കാണുന്ന സമയത്ത് ദൈവമേ മാറിപ്പോയില്ല. അവർ നേച്ചർ തിരിച്ച് ഹീൽ ചെയ്യാൻ തുടങ്ങി, കുറേ ചെടികളും ഒക്കെ മറ്റെല്ലായിടത്തും കാട് കയറി തുടങ്ങി. അപ്പോൾ ഇത് കണ്ട സമയത്ത് അപ്പോഴുള്ള ഒരു മനസ്സ്, ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും തിരിച്ച് റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി, പഴയ ഫ്രണ്ട്ഷിപ്പുകളിലേക്കൊക്കെ തിരിച്ചെത്തി തുടങ്ങി. ആൾക്കാർ ചെറിയ ഹെയ്റ്റൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി പോയിൻ്റ് അത് ഒരു ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളപ്പൊക്കെ വന്ന സമയത്ത് മലയാളികൾ ഒരു ഒരുമ കണ്ടിട്ടില്ല. അപ്പോൾ അതേപോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് തന്നെ അതിനെ ക്യാഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ മേ ബി ഒരു ബിഗർ ഓർഡർ, അല്ലെങ്കിൽ ഒരു സുപ്രീം ഓർഡർ അതിനെ എങ്ങനെ ക്യാഷ് ചെയ്യുന്നുള്ളതൊക്കെ ലേറ്റർ നമ്മളത് അതിൽ നിന്ന് ആ പ്രോസസ്സിൽ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ ചോട് പിടിച്ച് തന്നെയാണ് ഫ്യൂച്ചറിനെ സ്പെക്കുലേറ്റ് ചെയ്യാമെന്ന് ശ്രമിച്ചത് തന്നെ. ഒരു ബോർഡർ പെർസ്പെക്റ്റീവിൽ ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്ന സമയത്ത് അതിനെങ്ങനെ ക്യാഷ് ചെയ്യാൻ ശ്രമിക്കും. ഒരു വലിയ ഓർഡർ ഉണ്ടെങ്കിൽ, ഒരു സുപ്രീം അതോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെങ്ങനെയായിരിക്കും എക്സ്ട്രീമിസ്റ്റെ ഹാൻഡിൽ ചെയ്യുന്നത്, ഈ കെയോസിനെ അവർ ഏത് രീതി അവർക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു തോന്നലിൽ നിന്നാണ് ആക്ച്വലി അവസാനം കാണുന്ന അതിൽ പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അവരുടെ ഒരു ഫ്ലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫ്ലിപ്പിൽ നിന്നാണ് ഞാൻ തിരിച്ച് റിവേഴ്സിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്. ആ ഫ്ലിപ്പ് വാസ് മൈ ഫസ്റ്റ് തോട്ട്. ആ ഫ്ലിപ്പ് എനിക്ക് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അത് ഹ്യൂമൻസ് തന്നെയാണ് പ്രശ്നം എന്നുള്ളതിൻ്റെ ഒരു ഫ്ലിപ്പിൽ നിന്ന് തുടങ്ങാം എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ്. അവിടെ നിന്ന് ബാക്കിലേക്കാണ് ഞങ്ങൾ ഹൗ ഹ്യൂമൻസ് ആർ ദ ഇഷ്യൂ, അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ലെയറാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറയുന്ന ഒരു ലെയർ ഇതിൻ്റെ അകത്തുണ്ട്. ബട്ട് ദെൻ അറ്റ് ദി ഔട്ട്സെറ്റ് വി ഹാവ് എൻ ഏലിയൻ, ആൻഡ് അത് ലിറിക്സിൻ്റെ അകത്ത് പറഞ്ഞ പോലെ മിത്താണോ മുത്താണോ ജിന്നാണോ? സോ ടെൽ മീ ദിസ്, അനാർക്കലിയുടെ എന്ത് ഫീച്ചറാണ് മേഡ് യു ഗിവ് ദാറ്റ് റോൾ ടു ഹെർ? ഈ മൂവിക്കകത്ത് നമ്മൾ ബാക്കി എല്ലാ സെൻസിബിലിറ്റീസും നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഒരു രീതിയായിട്ടൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും എനിക്കകത്തൊരു ഏലിയൻ ഔട്ട്ലുക്ക് നമ്മൾ വെസ്റ്റേൺ ഫിലിംസ് കാണുമ്പോൾ ബേണോ ഫ്ലെക്സ് അല്ലെങ്കിൽ ചാർലീസ് തെറോണിൻ്റെ ഒക്കെ ലുക്ക് എന്നൊക്കെ പറയുന്നിട്ടുള്ള മേ ബി, അല്ലെങ്കിൽ ഉമാ തുർമാൻ കിൽ ബിൽ എന്നൊക്കെ പറഞ്ഞ ലുക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഒരു ഫെറ്റിഷ് അതിനുള്ളൊരു ഹോമേജ് ആണ്. അതിപ്പോൾ ആ രീതിയിൽ എനിക്ക് ഇതിനകത്ത് ഏലിയനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു ഹ്യൂമൻ ലൈക്ക് ഒരാളെ വേണമെന്നുള്ളത് തോന്നിയത് തൊട്ടിട്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു വെസ്റ്റേൺ സെൻസിബിലിറ്റി ആയിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഭയങ്കര നാടനാക്കിയിട്ടൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ നമ്മുടെ ഈ നാടൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ മിത്തോളജി എന്നൊക്കെ പറഞ്ഞിട്ട് റിലേറ്റഡ് ആക്കി ടു മച്ച് ഏലിയൻ്റെ സെൻസിബിലിറ്റി ഒരു മിത്തോളജിയോട് കണക്ട് ചെയ്യണമെന്ന് എനിക്കില്ലായിരുന്നു. ആ പോയിന്റ് കുറച്ച് സയൻസ് ബാക്ക്ഡ് ആയിട്ട് വെസ്റ്റേൺ സെൻസിബിലിറ്റി തന്നെ ബിലോങ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഇന്ത്യൻ ആയി കഴിഞ്ഞാൽ അഗെയിൻ നമ്മുടെ മന്ത്രതന്ത്രസും നമ്മുടെ വെള്ളസരി എടുക്കുന്ന യക്ഷിയുമായിട്ടൊക്കെ ചിലപ്പം ആ പറഞ്ഞ ഏലിയൻസിന് ഒരു രൂപസാദൃശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ രണ്ടിനെ വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അത് വേണം തോന്നിയ സമയത്ത് അനാർക്കലി വാസ് ദ പ്രൈം ചോയ്സ്. കാരണം ആ സമയത്ത് നമ്മളുടെ ഫീൽഡിൽ എപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അപ്പം നമ്മൾ കണ്ട സമയത്ത് നമ്മൾ ആദ്യം ചോദിക്കുന്നതും ഹെയറിന് കളർ ചെയ്യുന്ന കാര്യവും അതേപോലെ ഈ ലെൻസ് വെക്കുന്ന കാര്യമൊക്കെ നമ്മൾ സംസാരത്തിലുണ്ടായിരുന്നു. ലേറ്റർ പക്ഷേ ഞങ്ങളുടെ സി ജിയുടെ ആൾക്കാർ ഫസ്റ്റ് ടൈം പുള്ളിക്കാർ ഈ കണ്ണിൽ ഈ തിളക്കം ഞങ്ങളിങ്ങനെ ആഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വിനീഷ് എൻ്റെ ഫ്രണ്ട് പറയുന്ന അളയത് വേറെ ലെവലായിരിക്കും കേട്ടോ, നമുക്ക് കൂടുതൽ സീൻസിൽ പുള്ളിക്കാരുടെ കണ്ണൊന്ന് ഇത് ചെയ്യിക്കാന്നൊക്കെ ഉള്ളൊരു സാധനം. അപ്പം ഞങ്ങളങ്ങനെ അതിൻ്റെ ആ ലുക്കിന് നമുക്ക് ഇപ്പം അനാർക്കലി ലുക്ക് കാണുന്ന സമയത്ത് നമുക്കുള്ളൊരു പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് റെമിനൻസ് ഉണ്ടല്ലോ പഴയ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന മേ ബി ലൂസി, സ്കാർലറ്റ് ജോഹാൻസൻ്റെ ഒക്കെ ലുക്കൊക്കെ. അപ്പോൾ ആ ലുക്കൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ആ ഒരു റെഫറൻസിൽ നിന്നൊക്കെ തന്നെയാണ് അത് വന്നേക്കുന്നത്. ദ പ്ലാനറ്റ് ദാറ്റ് ഫൈനലി ഏലിയമ്മ ഗോസ് ഇൻ ടു, അതിൻ്റെ അകത്ത് ക്യാറ്റ്സ് ആർ ഓൾമോസ്റ്റ് ലൈക്ക് ബിഗ് ഹ്യൂമൻസ് ആൻഡ് ദ ഹ്യൂമൻസ് ആർ സ്മോളർ ദാൻ ദ ക്യാറ്റ്സ്. സോ ഏത് പ്ലാനറ്റ്, വാട്ട് ഇസ് ആ പ്ലാനറ്റിനെ കുറിച്ച് കുറച്ചുകൂടി, ഐ മീൻ ദ നമ്പർ ഐ റിമെമ്പർ, മാത്രമല്ല വാട്ട് ഇസ് ദി അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്.
ഇത് ആക്ച്വലി കെപ്ലർ ആദ്യം എക്സോ പ്ലാനറ്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിരുന്ന പ്ലാനറ്റ് ആയിരുന്നു. ലേറ്റർ JWST ലോഞ്ച് ചെയ്തതിന് ശേഷം JWST അതിനെ കുറച്ചുകൂടി സ്കാൻ ചെയ്തു. സോ ആദ്യമായിട്ട് ബയോസിഗ്നേച്ചേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്ലാനറ്റാണ് എക്സോ പ്ലാനറ്റിൽ. പക്ഷേ അത് പുറത്ത് വരുന്ന 2024 മാർച്ചിലാണ് ഒരു ഹാർഡ്വേർഡ് സയൻറ്റിസ്റ്റ് അത് പിക്ക് ചെയ്തിട്ട് ഇടുന്നത്. അതിനെ പറ്റിയിട്ടൊരു നാസ ഒരു ന്യൂസ് ലെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളത് വേ ബിഫോർ നമ്മളത് ചുമ്മാ സ്പെക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഓർബിറ്റ് ചെയ്യുന്ന റെഡ് ഡാർഫിനെ പറ്റിയിട്ട് വരെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റിൽ ഇത് എങ്ങോട്ടാണ് മെസ്സേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് K218b ഓർബിറ്റ് ചെയ്യുന്ന റെഡ് ഡാർഫ് K218 എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മുഖ്യധാര ഞാനത് പറയാൻ വരുന്നത് മുഖ്യധാര ഓഡിയൻസിന്റെ സയൻസിന്റെ ആവശ്യമില്ല. ഞാനിത് എന്ത് തേങ്ങി പറയുന്നത്. ബട്ട് യു ആർ സേയിങ് ദാറ്റ് ദിസ് വാസ് പ്ലാൻഡ് ആൻഡ് ദെൻ ഒരു ആക്ച്വൽ നമ്മളത് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു K218bയിൽ ആക്ച്വലി ഒരു ചെറിയ ഡാർഫും ഉണ്ട്, അതിന് ചുറ്റുന്ന വേറൊരു ചെറിയ സാറ്റലൈറ്റും ഉണ്ട്. അപ്പോൾ രണ്ട് എനർജി സ്റ്റാർസ് G സ്റ്റാർസ് ഉണ്ടാവും അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ 2 സ്റ്റാറൊക്കെ കാണിച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ നമ്മൾ പാർട്ട് സയൻസ് പാർട്ട് ഫിക്ഷൻ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ദിസ് സൗണ്ട്സ് ലൈക്ക് ഇന്റർസ്റ്റെല്ലാർ അവർ ഷൂട്ട് ചെയ്ത സമയത്ത് ഗർഗൻചോയുടെ മറ്റേ ക്യാമറയിലുള്ള സംഭവം പ്ലാൻ ചെയ്ത പോലെ തന്നെ പിന്നീട് ഫോട്ടോ വന്നു എന്ന് പറയുന്ന പോലെ ഉണ്ട്. അത്രയൊന്നും ഇല്ല കേട്ടോ, അത്രയൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് സ്പെക്കുലേറ്റ് ചെയ്തു. ലേറ്റർ അതിൻ്റെ ന്യൂസ് ലെറ്ററിൽ അതേ പ്ലാന്റ് കാണിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇന്നസെന്റിലെ രസത്തിലെ ഇന്നസെന്റ് അവസ്ഥയായിരുന്നു. എനിക്ക് ആരോടും പറയാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും പോയി പറയണമെന്നുണ്ടായിരുന്നു. ഓക്കെ, ഏലിയമ്മയുടെ ഒരു പ്രത്യേകതയോടെ ഞാൻ ചോദിച്ചോട്ടെ. അതായത് ആൾക്കാർ ഇടിച്ചിട്ട് ബോറടിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്ന ഒരു ഏലിയൻ എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഇസ് ദ തോട്ട്? ഐ മീൻ എന്താ ലൈക്ക് ഹൗ ഡു യു ഗെറ്റ് ടു റൈറ്റ് സച്ച് തിങ്സ്? വൈ ഡിഡ് യു റൈറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്? എങ്ങനെയാണ്? അതല്ല കേട്ടോ, അയ്യോ വൈ അതല്ല, പേഴ്സണലി എൻജോയ്ഡ് ഇറ്റ്. ബട്ട് ദെൻ അങ്ങനത്തെ എലമെന്റ്സ് ലൈക്ക് വാട്ട് ആർ യുവർ ഫേവറേറ്റ് എലമെന്റ്സ് ഓഫ് ദാറ്റ് ക്യാരക്ടർ അങ്ങനെ നോക്കുമ്പോൾ? എന്താ വെച്ചാൽ എനിക്ക് ഒരു ക്യാരക്ടറിന്റെ ഒരു തഗ്ഗാണ് എനിക്ക് ഇഷ്ടം തോന്നുന്നു. വെരി സാസി. അതാണ് ഇപ്പൊ ഈ അതെ ആ പൂച്ച തന്നെ അതിനൊരു അതിങ്ങനെ ഒന്നും എനിക്കിപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള സാധനം. അത് ഇടിച്ച് മടുത്തിട്ട് ഡാൻസ് ഒക്കെ കളിക്കാന്ന് പറയുന്ന ഒരു തഗ്ഗല്ലേ. എനിക്ക് നിന്നെയൊക്കെ ഇടിച്ച് തടവി തരുമെന്ന് പറയുമ്പോൾ തടവി കൊടുത്തോണ്ടൊരു നം ഫേസിൽ ഇങ്ങനെ നടക്കുന്നത് ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊരു പോയിന്റിൽ ദിസ് ഓൾസോ ഫെൽറ്റ് ലൈക്ക് പെട്ടെന്ന് ദിസ് ഈസ് എ പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് കിലുക്കം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ആംഗിൾ. ദർ ഇസ് ഗണേശ് ഏട്ടൻ, so there is an equivalent to Tilagan who is a little, you know, laid back and all of that, and then there is a Mohanlal Jagadi equivalent പോലെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അജു ചേട്ടൻ കറക്റ്റ് ഫിറ്റ് പോലെ അതിൻ്റെ അകത്ത് ഒരാളുണ്ട്. ആൻഡ് ദെൻ ഒരുപാട് പെയിൻസ് ഉള്ള ഒരു മോഹൻലാൽ ക്യാരക്ടർ പോലെ തന്നെ ദർ ഇസ് അലൻ ഇൻ ഇറ്റ്. സോ ആൻഡ് നിങ്ങളുടെ പോസ്റ്റേഴ്സ് ആർ വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഗഗനചാരി ഈസ് നൊസ്റ്റാൾജിക്, ഗഗനചാരി ഈസ് എ വൈബ്, ഗഗനചാരി ഈസ് ഈ പറയുന്ന പോലെ വൺ ഓൾഡ് സ്കൂൾ എന്ന് പറയുന്നത്. സോ we are talking about 2040s or 50s roughly ആ ഒരു ഇതാണ്. സോ we were thinking ഇത് ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള 3 ഡിഫറെൻറ്റ് ജനറേഷൻസ് ആയിരിക്കുമോ? ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദ 90s വുഡ് ബി ഡെഫിനറ്റ്ലി ദി ഗണേശ് ഏട്ടൻ്റെ ഒരു പ്രായമാവും. ആൻഡ് ദെൻ ദർ ഇസ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വൈബ് പിടിച്ചിട്ടുള്ള ഒരാളുണ്ട് ഹൂ ഇസ് ഓൾവേസ് വിത്ത് ദ പ്രസൻറ്റ്. ആൻഡ് ദെൻ ഗോകുലിൻ്റെ ക്യാരക്ടർ വുഡ് ബി ദ യങ്ങസ്റ്റ് ഓഫ് ദ ലോട്ട്. സോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഈ 2040s ഒക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും വെൻ യു റോട്ട് യുവർ ക്യാരക്ടേഴ്സ്? ഞാൻ ഈ സിനിഫൈൽ ആംഗിൾ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. കാരണം ഇപ്പോഴത്തെ ഒരു സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മുടെ എസ്ട്രയർ ക്ലാസിക്കിനെയൊക്കെ ഗൂഫി ആണെങ്കിലും അല്ലാത്ത നല്ല ക്ലാസിക്സ് ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൈൻഡ് എന്നൊക്കെ പറയുന്നത് മേ ബി ഒരു പോസ്റ്റ് 2020 ഒക്കെ ശേഷം ജനിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അവർക്കെങ്കിലും ആ ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഇമ്മൻസ് ഓഫ് പോപ്പുലർ കൾച്ചർ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡിലായിരിക്കും അവരുണ്ടാകുന്നത്. അതുപോലെ ആർക്കൈവ്ഡ് ആയിരിക്കും മീഡിയ ഡാറ്റ എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ഇടയ്ക്ക് സാറിന് ബ്രീഫ് കൊടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞത് ഞാനൊക്കെ വയസ്സായാൽ എങ്ങനെയുണ്ടാവും അതുപോലെ ആയിരിക്കും സാറ് എന്ന് പറഞ്ഞത്. കൃഷ്ണാന്തേട്ടൻ ഇതിൻ്റെ അകത്ത് ഏത് 3 ക്യാരക്ടേഴ്സിൻ്റെ ഏത് ക്യാരക്ടറോട് കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്? എനിക്ക് വൈബിനെ ഭയങ്കര ഇഷ്ടമാണ്. വൈബിനെ ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് വൈബിനെയാണ് ഏറ്റവും ഇഷ്ടം. Is there a reason? ഒന്നുമില്ല, ബാക്കി 2 പേരും എനിക്ക് ഒരു തരത്തിലും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. Are you not nostalgic about old films? അങ്ങനെ ഒരു I'm sure you are a cinephile also, but then ഇങ്ങനെ ഒരു അലൻ്റെ ഒരു നേച്ചർ ഇല്ല. ഇല്ല ഞാൻ നൊസ്റ്റാൾജിക് എന്ന് വെച്ചാൽ എനിക്ക് ഈ നൊസ്റ്റാൾജി അടിക്കുമ്പോഴത്തേക്ക് ഗിൽറ്റിയും കൂടെ അടിക്കുക. എന്ന് വെച്ചാൽ ഇത് പ്രസൻറ്റിൽ നമ്മൾ ഈ പ്രസൻറ്റ് മാത്രമാണ് ഉള്ളത്. ബാക്കി മെമ്മറിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നൊസ്റ്റാൾജിയും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നന്ദി, കടപ്പാട്, നൊസ്റ്റാൾജി ഇതെല്ലാം ചുമ്മയാണ്. ഇതൊക്കെ ജസ്റ്റ് ട്രിക്സ് ടു ഗെറ്റ് യു ഇൻ ടു സിസ്റ്റംസ് ആണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നൊസ്റ്റാൾജി അടിക്കും. പഴയ സ്കൂളിലൊക്കെ പോയിരിക്കുമ്പോഴത്തേക്കും നൊസ്റ്റാൾജി അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഒരു ടീച്ചറുണ്ടെന്നാവും. അപ്പോൾ ഇറ്റ്സ് നോ ചെറിയ റിവെഞ്ച്.
ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഗുഡ് വരും. എന്നിട്ട് നമ്മൾ ഇത് ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നമുക്ക് സിനിമ എടുക്കാൻ പറ്റുന്ന അങ്ങനെയൊന്നും ആലോചിക്കുന്ന ഇല്ല. പിന്നെ നമുക്ക് ചിലപ്പോൾ ചില സിനിമകൾ വിൽക്കാൻ പറ്റും നൊസ്റ്റാൾജിയയിൽ. അങ്ങനെ അത് കച്ചവടമായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പഠിച്ചിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അതെ അതെ, സ്ലോ മോഷൻ ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് അല്ല എന്ന് വെച്ചാൽ ദാറ്റ്സ് ഹൗ ലോകത്തെ എല്ലാ സിനിമകളും ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ആരെയോ ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല. ഇപ്പോൾ A24 ഒക്കെ അങ്ങനെ ഒരു സമാന്തര മാധ്യമം എന്നുള്ള രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. അതെ 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 അതെ. പാരലൽ പ്ലസ് ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പിള്ളേർക്ക് എല്ലാവർക്കും ഓൾ ഏജിന് അപ്പീൽ ചെയ്യുന്ന രീതിയിലാണ് മൂവീസ് വരുന്നത്. പക്ഷെ എന്നാൽ ഭയങ്കര ഡീപ്പർ കണ്ടന്റ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അപ്പോൾ എനിക്ക് വൈബിൻ്റെ മൊറാലിറ്റി ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ് സർവൈവലാണ് വൈബിൻ്റെ മെയിൻ മോഡ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഗണേഷ് കുമാറിനൊക്കെ എനിക്ക് കാണാൻ, ഗണേഷ് കുമാർ സാറിൻ്റെ ആ ക്യാരക്ടറിനൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ രസമുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ ഇപ്പോൾ പോലും ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ദാറ്റ് കൈൻഡ് ഓഫ് എ ക്യാരക്ടർ ഹൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചേട്ട എന്ന് വിളിക്കുന്നത് തമ്പ്ര എന്ന് വിളിക്കുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞത് രാഷ്ട്രീയമായിട്ടൊക്കെ ചിന്തിച്ചാൽ ഭയങ്കര രസമാണത്. അപ്പോൾ അതുകൊണ്ട് വൈബ്. ആ 3 പേരിലാണ് ഏലിയൻ. ഓക്കെ, യുവർ പേഴ്സണൽ ഫേവറേറ്റ്, ബട്ട് ദെൻ യു ഹാവ് മോർ കോമ്പിനേഷൻസ് പ്രോബ്ലി വിത്ത് ഗൂഗിൾ ഇഫ് ഐ എം നോട്ട് റോങ്. എനിക്ക് അലനെയാണ് ഇഷ്ടം തോന്നുന്നു. ഒന്ന് ഭയങ്കര ഒരു നിഷ്കളങ്കത ഉണ്ടല്ലോ, ഒരു ചുച്ചുടു. അതെ, ഒരു മണ്ടനാണല്ലോ ബേസിക്കലി. അപ്പം അതെ, മണ്ടൻ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ആളുടെ ഇൻട്രസ്റ്റ് ഏരിയയിൽ അയാള് നല്ല അറിയാം കാര്യങ്ങൾ. ഡബ് ചെയ്യുന്ന സാധനം കണ്ടിട്ട് ഞാൻ ചിരിച്ചു. ഫസ്റ്റ് ടൈം കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ താഴെ നിന്നിട്ട് ഇതിലെ കാണുന്നു, വിമിയിൽ കാണുന്നു. ഞാൻ ആ ഡബ് ചെയ്യുന്ന സാധനം കണ്ടി ഞാൻ നിങ്ങൾ മാസ്ക് ധരിക്കുന്നില്ലേ? നിങ്ങൾ മാസ്ക് ധരിക്കുന്നില്ലേ? അപ്പൊ അത് ആ ക്യാരക്ടർ ഭയങ്കര ഒരു ക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു ബേസിക്കലി ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതിൻ്റെ കുറേ അല്ലെങ്കിൽ ഒരു ഇണ ഇല്ലാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ പുള്ളിക്കുണ്ട്. അപ്പം അത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ക്യാരക്ടർ ഡീൽ ചെയ്യുന്നതും ഏലിയാമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും. ഞാൻ പുള്ളിക്കാരന് ഈ പറയുന്ന പോലെ ഔട്ട് ഓഫ് ദി ലീഗിലുള്ള ഒരാളെയാണ് പ്രേമിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ ഫോർ ഹിം. ഇങ്ങനെ ഇപ്പൊ ഏലിയൻ ആയാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഏലിയനെയും പ്രേമിക്കാം, ഏലിയനെ പ്രേമിക്കണേ ഞാൻ എന്തൊക്കെ ചെയ്യണം അതും ചെയ്യാൻ തയ്യാറാണ് അലൻ. അപ്പോ അതാണ് എനിക്ക് ഇഷ്ടം. പുള്ളിക്ക് ഇന്നൊന്നുമില്ല. അപ്പാരന്റ്ലി എനിക്ക് തോന്നുന്നു ഏറ്റവും ലോങ് ഡിസ്റ്റൻസ്, ലിറ്ററലി ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് വെരി ലൈക്ക് 1 year later ഒക്കെയാണ് മെസ്സേജസ് അപ്പുറത്ത്. സോ ദാറ്റ്സ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ സംവെയർ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ദി ഇന്റർസ്റ്റെല്ലാർ മൂവിയുടെ ഒരു ക്ലൈമാക്സ് പോലെ എഡ്മൻസ് പ്ലാനറ്റിൽ ഒരാൾ ഇങ്ങനെ കാത്തിരിക്കുന്നതും സംബഡീസ് അതിനെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട് ഈസ് വെരി ലവ്ലി അബൌട്ട്. വേറെ സിനിമയുണ്ട് കോൺടാക്ട് ആണ്. കോൺടാക്ട് പറയാൻ വന്നേ. അതെ, അതിലൊക്കെ കോൺസെപ്റ്റ് നിങ്ങൾ കോൺടാക്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫിലിമാണ്. കോൺടാക്ട് എന്നെ റിലാക്സ് ചെയ്യിക്കുന്ന പോലെ തെറാപ്പിയാണ് ഈ കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലത്തെ മൂവിയാണ് എനിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിയൂസ് ചെയ്യുന്ന പടമാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സ്നിപ്പെറ്റ്സ് ഒക്കെ എടുത്തിടാറുണ്ട്. അപ്പോൾ അതിൽ ഈ ടൈം റിലേഷൻ ബേസിക്കലി പറയുന്ന സമയത്ത് നമുക്കത് ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടും ഭയങ്കര കോൺടാക്റ്റിനകത്ത് ഒരു കീ എലമെൻ്റ് ആയിട്ട് അത് പറയുന്നത്. ക്ലൈമാക്സ് ഒരു കീ എലമെൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു സ്റ്റാറ്റിക് റെക്കോർഡായ ക്യാമറയ്ക്ക് എത്ര അവേഴ്സ് ഉണ്ടെന്നും അവർ ജസ്റ്റ് വീഴാൻ നേരത്തെ സെക്കൻഡ്സ് മാത്രമാണെന്നുള്ള രീതിയിൽ ഭയങ്കര വലിയൊരു ഡിസ്കവറി. അവർ ആക്ച്വലി ആ പ്ലാന്റിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ള കീ ഡിസ്കവറി ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഒരു എലമെൻറ്റ് തന്നെയായിരുന്നു അതിനകത്ത്. പക്ഷേ എന്നാലും ഓവർ ദ ഇയർ ഇപ്പം സ്പേസ് ഒഡീസി തൊട്ടിട്ട് ഈവൻ ഇങ്ങോട്ട് എല്ലാ മൂവീസിനകത്ത് തർക്കോസിയുടെ മറ്റേ സൊളാരിസിനകത്തൊക്കെ ഈ ഒരു കോൺസെപ്റ്റിനെ തൊട്ടും തൊടാത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് പറയാതെ പോകാനും പറ്റില്ല. ബിക്കോസ് ഓഫ് ഈ ഗ്രാവിറ്റി ലെൻസിങ് ആണെങ്കിലും ടൈം റിലേഷൻ ആണെങ്കിലും ഒക്കെ നമ്മളൊരു സൈഡ് വെക്കാൻ. But it was a very pleasant surprise. കാരണം we are not thinking after where the film is landed. ഇങ്ങനെ ഒരു എലമെൻറ്റും കൂടെ അതിൻ്റെ അകത്ത് this സയൻസ് എലമെൻറ്റ് കൂടെ അതിനകത്ത് വരുന്നുള്ളൂ. ആൻഡ് ദി നെക്സ്റ്റ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്, മല്ലിക സുകുമാരൻ ആസ് ദി ഏലിയൻസ് വോയിസ്. ഐ മീൻ വാട്ട് എ ചോയ്സ്. ആ ഒരൊറ്റ സീനിൽ ദ ക്രൗഡ് ഇറപ്റ്റ്സ്. അതെ അതെ, എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ മുമ്പ് കുറച്ച് നേരത്തേക്ക് ആൾക്കാരൊന്ന് ഡൗണും ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലവ് സ്റ്റോറിയും അത് ബ്രേക്കപ്പ് ആവും എല്ലാ ആ വെർബോസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് ടപ്പന അതും കയറാതെ. ആൻഡ് ദ ബിൽഡപ്പ് ഇസ് ഓൾസോ അമേസിങ്. ഗന്ധർവന്റെ തൊപ്പി ബ്ലൂ നിയോൺ തൊപ്പിയൊക്കെ വെച്ചിട്ട് പുള്ളി മറ്റേ
കൈയൊക്കെ എടുത്തിട്ടുള്ള സംഭവം. സോ അത് യു ഹാഡ് മല്ലികാന്തി ലൈക്ക് ഫ്രം ദ ബിഗിനിങ് ഓർ ആക്ച്വലി എഴുതുന്ന സമയത്ത് ഇറ്റ് വാസ് എ ട്രിബ്യൂട്ട് ടു മതിലുകൾ. ലളിതാമ്മയായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ വരുന്ന സമയത്ത്. വി വർ സോ ഇൻ ടു ലളിതാമ്മയുടെ വോയിസ് കൊണ്ടുവരണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങൾ എഴുതുന്ന ടൈം എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സിനിടയിൽ തന്നെ പുള്ളിക്കാരി വയ്യാതായി, പറ്റില്ല എന്നുള്ള വെച്ച് മനസ്സിലായി. നെക്സ്റ്റ് ഒബ്വിയസ് ചോയ്സ് വാസ് മല്ലി ചേച്ചി. ഐക്കോണിക്കാണ്. നമുക്ക് അതേപോലെ തന്നെ നമ്മളതൊരു ചിരി ഉണർത്തുക എന്നതിനേക്കാൾ ഉപരി ഇതിൽ നമ്മൾ കുറച്ച് കോൺസ്പിറസി തിയറീസ് ഒക്കെ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ടല്ലോ, കുറച്ച് ഇമേജറി ഒക്കെ കാണിച്ചിട്ട് വേറെ പ്ലാനറ്റിൻ്റെ ഒക്കെ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു തിയറി പുഷ് ചെയ്യുന്ന സമയത്ത് അതൊരു മുത്തശ്ശിക്കഥ കേൾക്കുന്ന പോലെ ഓഡിയൻ കേൾക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതിന് കൺവിൻസിങ് ആയിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൂളായിട്ടും കൂടിയാണ് ഞാൻ ആ സൗണ്ടിനെ യൂസ് ചെയ്തേക്കുന്നത്. മദർലി ഫീൽ അല്ലേ? അമ്മ മഴക്കാർ. എനിക്ക് ആക്ച്വലി സിനിമ എന്നെ ഓക്കെ ഈ സിനിമ ചെയ്യണം, അതിൽ എന്നെ അത് ഹുക്ക് ചെയ്തത് ഈ ഒരു ട്വിസ്റ്റ് ആണ്. കാര്യം ഇത് കേൾക്കും, അത് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഷെടാ എന്ന് പറഞ്ഞ് എനിക്ക് അത്രയും സിനിമ ഒരു കൺവിൻസിങ് ആവുന്ന ഒരു പോയിന്റ് അതാണ്. അതായത് പറഞ്ഞ പോലെ ഒരു വേൾഡ് ബിൽഡിങ് കഴിഞ്ഞ് ആൾക്കാരെ പെട്ടെന്ന് ഒരു ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ അടുത്ത ഒരു ലെവലിലേക്ക് കഥ പോകുന്നത് ആ ഒരു പോയിന്റ് മുതൽ. അപ്പൊ അവിടെ മുതലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുന്നത് സിനിമ. ഈ ശബ്ദവും കൂടെ വരുമ്പോൾ ആൾക്കാർക്ക് അത് ഓരോ തവണ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അപ്പം ആദ്യമേ അറിയാമായിരുന്നു. ആൻഡ് അത് ഇങ്ങനെ ആ ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ ആ ശബ്ദത്തിന് എക്സ്പ്രഷൻസ് ഇടുക എന്നൊക്കെ പറയുന്നത് ഇത് നമ്മൾ അഭിനയിക്കുമ്പോൾ ഈ ശബ്ദം ഇല്ലെങ്കിലും ഇത് ആദ്യമായി ഔട്ടൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ എന്തൊരു കോമഡിയാ എന്നൊക്കെ ചിന്തിച്ചിട്ട്. അതിനെപ്പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ട്രിവിയ മല്ലികാമാനെ ഡബ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിങ് ഷൂട്ട് എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുകയാണ്, നിനക്കറിയാം ഞാൻ ഷീലയ്ക്ക് സൗണ്ട് കൊടുത്തിട്ടുണ്ട്, അനാർക്കലിക്ക് സൗണ്ട് കൊടുക്കുന്നുണ്ട്, എത്ര പിള്ളേർക്ക് ഞാൻ കൊടുത്തല്ലേ എന്നുള്ളത്. സോ ലെജൻഡറി. ഞാൻ ഇവരുടെ ഈ തോട്ട് പ്രോസസ്സിലൊന്നും ഐ എം നോട്ട് എ പാർട്ട്. ഞാൻ വരുന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. അപ്പോൾ ഞാനത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ചിരി വന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഐ വാസ് ലീസ്റ്റ് എക്സ്പെക്ടിങ് ഇറ്റ്. ഒന്നാമത് ആ ഡിവൈസ് കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ ഡിവൈസ് സൈഫൈ ഇനഫ് അല്ലല്ലോ എന്ന ഈ ജഡ്ജ്മെന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ബിക്കോസ് വെൻ യു വാച്ചിങ് ദ ഫസ്റ്റ് ടൈം യു ആർ ഓൾവേസ് ജഡ്ജിങ് എവറി ഭയങ്കര ചിരിച്ചു. എന്നുവെച്ചാൽ അത് കൊണ്ടുവന്ന് കയ്യിലിങ്ങനെ പിടിക്കുന്നതും കെട്ടാൻ പോകുന്നതും കേട്ടോ. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് വന്നു. ഹൈ ബഡ്ജറ്റും ഇതുപോലത്തെ മേ ബി ജനറലൈസ്ഡ് ആയിട്ടുള്ള മീഡിയക്കോർ എക്സിക്യൂഷൻസിന് ഇടയിൽ താഴെ ഡിസ്ക്ലൈമറിൽ ഈ ഫിലിമിന് ബഡ്ജറ്റ് കുറവാണ്, ദയവായി ഇത് സഹരിച്ച് പോകുന്നത് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് കട്ടണത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തന്നെ അതൊരു വലിയ പണിയാന്ന് വെച്ചാൽ ഞങ്ങൾ ഓഫായി കളഞ്ഞു. അല്ല, ബിക്കോസ് ഐ ഡോണ്ട് നോ ദീസ് പീപ്പിൾ റൈറ്റ്. അപ്പോൾ ഞാനിത് കാണുമ്പോഴത്തേക്കും ഒന്നാമത് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയായത് കാണുന്നത്. എന്ന് വെച്ചാൽ നോട്ട് ബിക്കോസ് ഓഫ് ദി ഫിലിം, ഞാൻ ബിക്കോസ് ഐ വാസ് ഹാവിങ് എൻ്റെ കിഡൊക്കെ ഉണ്ട്, ഇപ്പോൾ കൊച്ചിനെ നോക്കുന്ന സമയവും എൻ്റെ വൈഫിന് വയ്യാത്ത സമയമൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കാണുമ്പോഴത്തേക്കും എല്ലാം ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ എത്തിയപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഇത് രാഘവൻ്റെ ആ ഒരു ട്രൂ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രാഘവന്റെ മോഡൽ കഥയും ലവ്ലി. അതൊക്കെ എനിക്ക് കൃഷ്ണദേവന്റെ ഇതിനകത്തുള്ള ഒരു എൻട്രി ഒരു സെപ്പറേറ്റ് കാര്യമായിട്ട് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം that was my next question actually, why and how എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ട്രെയിലർ പെട്ടെന്ന് ഒരു ദിവസം ലീക്കായി. ഒരു ഫെസ്റ്റിവൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ അവർ ഓപ്പൺലി എന്തോ റിവ്യൂവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ എനിക്ക് എൻ്റെ ഫ്രണ്ട് കോൾ ചെയ്യുന്നുണ്ട്, നിൻ്റെ ട്രെയിലർ റെഡിറ്റിൽ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഫുൾ പാനിക്കായി, ടീം മൊത്തം അലേർട്ടായി. നമുക്ക് അന്നുമായിട്ട് തന്നെ ട്രെയിലർ പബ്ലിക്കലി പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ഇപ്പോഴും ഞാൻ ആ OG അത് ലീക്ക് ചെയ്ത ആളോടാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. ബിക്കോസ് അതിൻ്റെ ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ് ഇത് മുഴുവൻ ഞാൻ കരുതുന്നത്. ഒരു 1.5 ലീക്ക് ആയിരുന്നു. അത് ലീക്കില്ലെന്നെങ്കിൽ ഇന്ന് ഗഗനാരില്ല, അപ്പോഴും വിമ്യൂട്ട് ലീക്കിൽ തന്നെ കിടന്നായിരുന്നു. സോ ആ സമയത്ത് കൃഷ്ണദേട്ടനെ അജുവേട്ടൻ വഴിയാണ് കൃഷ്ണദേട്ടൻ്റെ ട്രെയിലർ കാണുന്നതും ഞാൻ കൃഷ്ണൻ റിക്വസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പടം ഒന്ന് കാണാമോ. അപ്പോൾ കണ്ട സമയത്ത് കൃഷ്ണദേട്ടനുള്ള ക്രിട്ടിക്കലി ഉള്ള ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫോറെവർ പുള്ളിയോട് റെസ്പെക്ട്ഫുൾ ആണ്. കാരണം ഒരാളും ഇങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പ്രീവിയസ്ലി ഒരു പ്രൊഫൈൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഒരു ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻസിലും കൃഷ്ണദേട്ടൻ പറയുന്ന മൂവീസ് ഭയങ്കര ഡെയറിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ ബിലീഫ്സിനെയും നമ്മളിവിടെ കാണുന്ന ഒരു പൊളിറ്റിക്കൽ എക്സ്ട്രീമിസ്റ്റിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫിലിംസാണ് പുള്ളി ഇൻഡയറക്ട്ലി ഒക്കെ ആണെങ്കിലും പുള്ളി ചെയ്യുന്ന മൂവീസ്. അപ്പോൾ അങ്ങനെയുള്ള മൂവി ചെയ്യുന്ന ഒരു ആ വ്യക്തി ഒരു നാഷണൽ അവാർഡ് വിന്നർ എൻ്റെ മൂവിക്ക് എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യനാണ്. പക്ഷേ പുള്ളി എന്നെ വിളിച്ചു, എന്നെ കൂട്ടിരുത്തി, എൻ്റെ മൂവി കണ്ടു, എന്നോട് അഭിപ്രായങ്ങൾ ജെന്യുനായിട്ട് പറഞ്ഞു. ആ അഭിപ്രായങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഞാനും എൻ്റെ മ്യൂസിക് ഡയറക്ടറും പെട്ടെന്ന് അലേർട്ടായിട്ട് ഞങ്ങൾ പുള്ളിക്ക് കീപ്പ് ഓൺ ഇതൊരു കൊമേഴ്ഷ്യലി പാക്ക് ചെയ്യാനുള്ള എല്ലാ രീതിയിലും ഞങ്ങളത് കൃഷ്ണനോട് നിന്നാണ് ചെയ്തത്. അപ്പോൾ മ്യൂസിക്കും ഒക്കെ ഞങ്ങൾ റീപാക്ക് ചെയ്തു.
എഡിറ്റിംഗ് കുറച്ച് ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഭയങ്കര ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടാണ്. എനിക്ക് ആ വേർഷൻ ഭയങ്കര ഇഷ്ടമാണ് ഫെസ്റ്റിവലിൽ. ദാറ്റ്സ് എ വെരി ഗുഡ് വേർഷൻ. പക്ഷേ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റൻഷൻ സ്പാൻ ഇല്ലാത്ത ആൾക്കാരുടെ മുമ്പ് നമ്മൾ എന്ത് കൊണ്ട് വെച്ചാലും നമ്മൾ നോലൻ അല്ലെങ്കിൽ കാണൂല അവർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് ഫൈനലി നമ്മൾ കൃഷ്ണദേവനും ഞാനും ശങ്കറും അച്ചുവും ഉള്ളകുന്ന ഒരു കോർ ടീമാണ് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഫൈനൽ പാക്കേജ് ഒരു കൊമേഴ്ഷ്യലി ഇങ്ങനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പാക്കേജ് എടുക്കുന്നത്. 2024 ഇപ്പോൾ ഫഹദ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അടുത്ത 5 വർഷത്തിൽ മലയാളത്തിൽ എന്ത് തരം സിനിമകളും നിങ്ങൾ ട്രൈ ചെയ്യൂ, ഇറ്റ് ഇസ് എ ഗുഡ് ടൈം എന്നുള്ളത്. ആൻഡ് വിത്ത് ദ സക്സസ് ഓഫ് ഗഗനചാരി ലൈക്ക് വി സ്റ്റാർട്ടഡ് സെയിങ് ദാറ്റ് ഇറ്റ് ഇസ് ഓപ്പൺഡ് അപ്പ് സോ മച്ച്, ഐ മീൻ ഒരുപാട് ഫോർ ഫിലിം മേക്കേഴ്സ്. ഡു യു തിങ്ക് ഇനി അങ്ങോട്ട് മൂവിങ് ഫോർവേഡ് വി ആർ ഗോയിങ് ടു ഗെറ്റ് സീരിയസ് സയൻസ് ഫിക്ഷൻ ഫിലിംസ് ഓൾസോ, വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് പോസ്റ്റ് മോഡേൺ കൈൻഡ് ഓഫ് ഫിലിംസ് ഒക്കെ ഇനിയും വരുമെന്ന് തോന്നുന്നുണ്ടോ വിത്ത് ഗഗനചാരി പെർഫോമിംഗ് ലൈക്ക് ദിസ്? അതെ ഇത് വരാൻ സാധ്യതയില്ലേ? ഇല്ലേ, ഉണ്ട്. പക്ഷേ ദ തിങ് ഇസ് ഇപ്പോൾ ഹൊറർ മലയാളത്തിൽ വന്നാൽ ഈ ഹൊറർ ഇസ് പാക്കേജ്ഡ് ഇൻ ഹ്യൂമർ. നമ്മളൊരു ഓട്ടംതുള്ളൽ കൾച്ചറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ തമാശ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്ത് വന്നാലും മണിച്ചിത്രത്താഴൊക്കെ ഇതിൻ്റെ ചുറ്റും ഒരു അല്ല, നമ്മുടെ എല്ലാ സക്സസ്ഫുൾ ഫിലിംസ് നോക്കിയാലും ആകാശത്തല്ല എന്നാലും ഒരുപാട് സിനിമകളിലും ഈ ഹ്യൂമർ വെച്ച് കവർ ചെയ്തിട്ട് ഒരു ജോണറിനെ പുഷ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഞാനും അതേ ആ പ്രവണതയിൽ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സീരിയസ് ആയിട്ട് ഇത് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഹ്യൂമറിൻ്റെ ആക്സസിബിലിറ്റി കാരണം കയറാൻ പറ്റും. അപ്പം എനിക്കൊന്ന് ഹ്യൂമറും ഒന്നും ഇല്ലാതെ ഒരു സൈഫൈ അടിപൊളിയായിട്ട് ആരെങ്കിലും ഇറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഐ വിൽ ബി വെരി ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡയറിങ് ആയിട്ട് ആരെങ്കിലും പോവുമെങ്കിൽ നമുക്കൊന്ന് കാണണം. അത് വെരി ഇൻസ്പിറേഷനിലായിരിക്കും. എഗെയിൻ അത് പറഞ്ഞ സമയത്ത് തന്നെ അതൊരു ഇരുതര മൂർച്ചയുള്ള വാളം കൂടിയാണ്. അങ്ങനെ ഒരു രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ ഡിസ്ട്രിബ്യൂഷനും ആ ഒരു ചെയിനിലൊക്കെ നമുക്ക് നിന്നുകൊണ്ട് ബിലോങ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഡയറിങ് ആയിരിക്കും. അത് ഭയങ്കര ഡയറിങ് ആയിരിക്കും. അത് ഇനിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൃഷ്ണദേട്ടൻ ആവാസ് ജീവിതത്തിൽ വെട്ടി തുറന്നിട്ട് വഴി കൂടി കൃഷ്ണദേട്ടന് ബേർലി വോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഗഗനചാരി ഓടുന്നുണ്ട്. മേ ബി അതിന് കുറേ സ്പ്രിന്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അടുത്ത ആൾക്കാർക്ക് വരുമ്പോൾ തോന്നുന്നു അതിൻ്റെ ഒരു വല്യൂഷൻ. ഐ തിങ്ക് മലയാളത്തിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു ജോണർ വരുന്ന സമയത്ത് ദ ഫസ്റ്റ് ഫിലിം ഓൾവേസ് ടേക്സ് എ ഹിറ്റ് ആൻഡ് ദെൻ പിന്നെയാണ് ബാക്കിയുള്ളവർ അതിന്റെ സൈഫൈ. നമ്മുടെ റെഡ് റെയിൻ ഒക്കെ സൈഫൈ അല്ലേ? റെഡ് റെയിൻ ആക്ച്വലി ഒരു നല്ല സൈഫൈ. വേറൊന്നുണ്ട്, അയ്യോ അതിന്റെ പേര് പറഞ്ഞു, ഹിറ്റ്ലറിന്റെ ബ്ലഡ് വെച്ച് ഹിറ്റ്ലറിന്റെ കാലചക്രം. കലകളും കളട്ടാണ് എനിക്ക് ഭയങ്കര കാലചക്രം കളട്ടാണ് ഞാനും കണ്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനം ഇസ് ദ പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് വേൾഡ്. ഓക്കെ, അതിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ദർ ആർ സോ മെനി ബൗണ്ടറീസ് ടു ഇറ്റ്. ഫോർ എക്സാമ്പിൾ ആന ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആയിരുന്ന കാലം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ നിത്യോപയോഗ സാധനമായ ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നുണ്ട്. എക്സ്റ്റെൻഡ് ആയി പോയോ എന്ന് വിചാരിച്ച് കല്ലെറിയുന്ന ഒരു കാക്കയുണ്ട്. സോ വെൻ യു ഡിസൈൻഡ് ഓൾ ഓഫ് ദിസ്, സോ ഇതൊക്കെ ഭയങ്കര ഹിലേരിയസ് ആണ്. ലൈക്ക് വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഐ മീൻ ഡയലോഗ് വന്ന് പോകുന്ന പേസ് നമ്മളിത് പ്രോസസ് ചെയ്ത് 2 സീൻ കഴിയുമ്പോഴാണ് നമ്മൾ ഇതിരുന്ന് ചിരിക്കാൻ തുടങ്ങുന്നത്. വാട്ട് ആർ യുവർ ഫേവറേറ്റ് എലമെന്റ്സ് ലൈക്ക് ദിസ് ഇൻ ദ ഫിലിം? ലൈക്ക് ഓൾ ഓഫ് യു ടെൽ മീ യുവർ ഇൻഡിവിജ്വലി വാട്ട് ആർ യുവർ ഫേവറേറ്റ് എലമെന്റ്സ് ആൻഡ് എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ഡെവലപ്പ് ദിസ് വേൾഡ്? സാധാരണ എല്ലാവരും ഡ്യൂൺ പോലത്തെ ഒരു സെറ്റപ്പ് പോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ വെള്ളത്തിൽ നനഞ്ഞ് കുതിർന്ന് തകർന്ന് തരിപ്പണമായ ഒരു കേരളമാണ് കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് നെറ്റിപ്പട്ട്. എനിക്ക് നെറ്റിപ്പട്ടും പിന്നെ എനിക്ക് ദാറ്റ്സ് എ വെരി ഫണി ജോക്ക്. ഇതിന്റെ റീസെയിൽ വാല്യൂ കൂടുതലായിട്ട് വിൽക്കാതിട്ടേക്കാണ്. സ്ലീപ്പിംഗ് പോഡ് ഭയങ്കര ഹിലേറിയസ്. ലാസ്റ്റ് മൂവിക്ക് ഞാൻ എഴുതി പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് ഞാൻ മാറ്റിയിട്ടത്. But to actually think of it, people have been forced to stay inside home for so long that വണ്ടികളേക്കാൾ കൂടുതൽ അവരുടെ സ്ലീപ്പിംഗ് പോഡിനാണ് ഇപ്പോ the whole discussion has become. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് റീസെയിൽ വാല്യൂ ഉണ്ട്, അത് വിൽക്കാതിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ടൊയോട്ടയുടെ സ്ലീപ്പ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ പറ്റി സംസാരിക്കുന്നതാണ് സാറ് എടുത്തത്. വാട്ട് ഈസ് യോഴ്സ്? എൻ്റെ മറ്റേ അലൻ വന്നിട്ട് സംസാരിക്കും, രാഘവൻ സംസാരിച്ചിട്ട് അതില് ഇനി അത്രയും കുറച്ച് അരി ഇട്ടാൽ മതി. ഈ എന്റെ ഗ്രഹത്തില് ഈ വീട്ടില് വാടക ജീവിക്കാൻ പറ്റാത്തവനാണ്, അന്യഗ്രഹത്തിൽ പോയി ഇനി അത്രയും കുറച്ച് അരി ഇട്ടാൽ മതിയല്ലോ. അത് കുറെ ഉണ്ട്. ഇത് പത്തനംതിട്ട ജോക്സ്. And what is your personal favorite? വേൾഡ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഈ ഡാം പൊട്ടി കഴിഞ്ഞു, 3ാം ലോക മഹായുദ്ധം നടന്നു കഴിഞ്ഞു, വെള്ളപ്പൊക്കുന്ന സമയത്ത് മലയാളി പിന്നെ ഒരുമിച്ച് ലോക മഹായുദ്ധം ഉണ്ടാകുന്ന വരെ. അപ്പം ഈ സാധനമൊക്കെ ശരിക്കും നമ്മുടെ ഇടയിൽ ഞാൻ ഈ 2018 വെള്ളപ്പൊക്കം ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ദിവസത്തെ മലയാളികളുടെ ഈ സ്പിരിറ്റ് കണ്ടിട്ട് ഞങ്ങൾക്ക് മറ്റേ രോമം ഫുൾ മറ്റേ സ്പൈഡർമാൻ നെയ്മില്ല ആ അവസ്ഥയായിരുന്നു. കാരണം എല്ലാവരും മറ്റേ മലയാളീസ് ഒരുമിച്ച് എന്നുള്ള സ്കീമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞു നമ്മുടെ സ്ഥിരം
നമ്മുടെ ട്രേറ്റ്സ് എല്ലാം പുറത്തൊന്നും പറയും, നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ പറയും ഇത്രയും ഉള്ളായിരുന്നു മലയാളീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ടുവർ നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ആ ട്രേറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതിലായിരുന്നു എൻ്റെ ഫൺ കൂടുതൽ. ഞാൻ എല്ലാ അതിലും എനിക്ക് അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ്. ഇപ്പം ഇത് പറയുന്നതാണെന്നുണ്ടെങ്കിൽ സാറിന് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സാധനമാണ് മറ്റേ ഇക്ലിട്ട് സന്തോഷിപ്പിച്ചോ മാനസികമായിട്ട് കാരണം ഉൽപ്പാദിപ്പിക്കുന്ന ഭയങ്കര പണിയാ. ഒരു മലയാളിയാണ് അത് പറയുന്നത്. കുറച്ച് പോയിന്റ്സ് കിട്ടിയത്. സോ ദാറ്റ് വാസ് വെരി ഫൺ. സോ സ്ക്രീൻ പ്ലേയിൽ ഐ ജസ്റ്റ് വോണ്ട് ടു നോ, ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രോസസ്. ലൈക്ക് വെൻ യു ഷൂട്ട്, ഇപ്പോൾ എഴുതി വെച്ചൊരു സാധനം ഷൂട്ട് ചെയ്ത് പോകുന്നു, ആൻഡ് ദെൻ ബിക്കോസ് എ ലോട്ട് ഓഫ് ഇറ്റ് ഈസ് വെരി ഹാപ്പസായിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് ഒരു കട്ട് വെച്ചിട്ട് യു ആർ സെയിങ് ഈ ക്യാരക്ടേഴ്സിന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ. ഹൈബ്രിഡ് ആയിരുന്നു. നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലിമിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നേച്ചർ കുറച്ച് എഡ്ജിൽ നിൽക്കുന്ന ആളാണ്. അപ്പം ഞാൻ അത് നല്ല രീതിയിൽ എനിക്കത് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇനിഷ്യലി നമ്മളുടെ സ്കൂളിൽ നിന്നൊക്കെ വന്ന സമയത്ത് അങ്ങനെ ചെയ്യരുത്, ഭയങ്കര മറ്റേ നമ്മൾ എഴുതിക്കൊണ്ടുപോയ സ്ക്രിപ്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ അകത്തെ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഇതിന് ഓപ്പോസിറ്റ് ഒരു കൗണ്ടറോ ചെളിയോ ഒരു ഡയലോഗോ പറയാൻ ആഗ്രഹിക്കുന്ന ആൾ അകത്ത് നിന്ന് ഉളയ്ക്കുന്നുണ്ടാവും. അപ്പം അത് സമ്മതിക്കുന്ന ഒരു സ്പേസിൽ സാറിനോടൊക്കെ ഞാനിങ്ങനെ സാധനം പറയുമ്പോൾ സാർ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. വൺ തിങ് ഇൻട്രസ്റ്റിംഗ്ലി ഐ ഫെൽറ്റ് ഈ അജയ് സേനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു പോയിട്ടില്ല. അത് നിങ്ങളൊരു വേണ്ട അങ്ങോട്ട് പോകണ്ട എന്നുള്ളൊരു സേഫ് ഇതായിരുന്നു. ബട്ട് ഈ അജയ് എന്ന് പറഞ്ഞ പേരിടാൻ തന്നെ റീസൺ എന്ന് ടെൽ മീ, ലെറ്റ് മീ ടേക്ക് us through it, we want to know. അങ്ങനെയല്ല, നമുക്ക് ആ പേര് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാവും, നമുക്കൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ, നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഇത് ആരിലേക്കാണ് സിഗ്നൽ ഉണ്ടെന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൻഡ് ഓൾസോ ദീസ് എലമെന്റ്സ് ലൈക്ക് ഗീഫ് അല്ലെങ്കിൽ ലേലോ വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ബിക്കോസ് ദ ഗൈസ് ഹു കം ടു ടേക്ക് ദ ഡോക്യുമെന്ററി എടുക്കാൻ വരുന്നവർ അത് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ LBC എന്നാണ്, ലേലോ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നാണ്. ദെൻ ദർ ഇസ് എ കമ്പനി വിത്ത് റൈസ്, പിന്നെ കാറ്റ് ഫുഡ് എല്ലാം ഉണ്ട്. സോ അത് അഗെയിൻ യു ഹാവ് ടേക്കൺ ദ ഫ്രീഡം ടു ഗോ ഇൻ ടു ഓൾ ദ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോസ് ഇപ്പോൾ ഉള്ള ഒരു ഇതിലോട്ട് പോയിട്ടുണ്ട്. വേ യു എവർ കൺസേൺഡ് ലൈക്ക് ഇങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് ഇതുപോലത്തെ ഒരു സാധനം, ഓഫ് കോഴ്സ് മോക്യുമെന്ററി ആണ്, ബട്ട് ദെൻ എന്നോട് പലതവണ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഈവൻ റൈറ്ററൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഈ ലേലോയുടെ ആഡൊക്കെ എടുത്ത് മാറ്റിക്കൂടെ. ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു വൺ മാർക്കറ്റ് മോണോപ്പൊളി പരിപാടി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ബ്രാൻഡാണ് എല്ലാം സെല് ചെയ്യുന്നത്, വേറൊരു ഓപ്ഷൻ ഇല്ല, നമുക്കിതെല്ലാം അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനം ഒരു മുറിക്കകത്ത് നിന്നുകൊണ്ട് മേജർലി പറയുന്ന ഒരു കഥയ്ക്കകത്തേക്ക് എനിക്ക് പുഷ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു അങ്ങനത്തെ ഒരു കൊണ്ടുവന്നത്. സോ ലേലോയുടെ ലോഗോ ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. ലേലോയുടെ ക്യാറ്റ് ഫുഡിന്റെ പേര് പ്ലാറ്റിനം പുസി എന്നാണ്. അപ്പം ഗുഡ് നെയിം. ഓക്കെ, പ്ലാറ്റിനം പുസി കൊള്ളാം. അപ്പോൾ ഇതേപോലെ അപ്പോൾ അതേപോലെ നമ്മളെല്ലാത്തിലും നമ്മൾ സ്പേസ് സ്റ്റേഷൻ കാണിക്കുമ്പോഴാണ് അവിടുത്തെ ലേലോ ഇൻഡസ്ട്രീസ് കാണിക്കുന്നുണ്ട്. ഈവൻ ഗീഫ് റിസർച്ച് ചെയ്യുന്ന ലേലോ ബയോകെമിസ്ട്രി ലാബിലാണ് ഗീഫ്. So this is also you saying that we are not very far away from that reality of being led by one. ഇപ്പം നമുക്ക് എനിക്ക് ഇതൊക്കെ സ്പെക്കുലേഷൻസ് ആണ്. എന്നാലും എഗെയിൻ നമുക്ക് നമ്മളിലേക്ക് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു പോയിന്റ് നമുക്ക് തോന്നി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ രീതിയിൽ പാനിക്കാവും. ഇവിടെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് അതൊക്കെ ഉടലെടുത്തതും പോകുന്നു. ഇതിനകത്ത് മോക്യുമെന്ററി ആയതുകൊണ്ട് യു ഹവ് ഗോൺ വിത്ത് എ സ്മോളർ ആസ്പെക്ട് റേഷ്യോ. സോ അത് ആക്ച്വലി ഈ ടെൽ മീ ദിസ്, വാട്ട് വാസ് ദ റീസൺ ഓഫ് ഗോയിങ് ദാറ്റ് വേ? ഇതൊന്ന് ഇറ്റ് കുഡ് ബി എ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു build the VFX for the entire thing, and then ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ആൻഡ് മോക്യുമെന്ററി എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് യു കുഡ് യൂസ് ഇറ്റ് ഫ്രീലി ഓൾസോ. അപ്പോൾ അങ്ങനെയാണോ അതിൻ്റെ VFX പ്ലാൻ ചെയ്തത്? ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ സുർജിത് സ്പൈ ആണ് എൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അവൻ്റെ ഡെബ്യൂട്ട് വർക്കാണ്. പക്ഷേ ഒരുപാട് TVCs നാഷണൽ ലെവൽ TVCs ഒക്കെ ചെയ്തിട്ടുള്ള കിഡ്ലൻ അച്ഛനാണ്. പക്ഷേ 4:3 എന്ന് പറഞ്ഞൊരു സാധനം എഗെയിൻ ഞങ്ങൾക്കിടയിൽ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരു കുറച്ചുകൂടി ഇതിൻ്റെ ഓഫ് ബീറ്റ് സെൻസിബിലിറ്റി ഒന്നുകൂടെ ഓഫ് ബീറ്റ് ആക്കുമോ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ സംശയിച്ചിരിക്കുമ്പോഴാണ് സ്നൈഡർ കട്ട് റിലീസാവുന്നത്. അപ്പോൾ സ്നൈഡർ കട്ട് വാസ് അറിയാലോ ഒരു ഗ്ലോബൽ ഫിനോമിനൻ ആയിരുന്നു. ഈവൻ ഞാനൊക്കെ വരെ സൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്നൈഡർ കട്ട് വന്നു കഴിഞ്ഞപ്പം അത് വരുന്ന തൊട്ട് മുമ്പ് കോമിക്കോണിൽ വെച്ചിട്ട് സാക് സ്നൈഡർ പറയുന്നുണ്ട് 4:3 എന്ന് പറഞ്ഞിട്ടുള്ള അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ പുള്ളിയും കീപ്പ് ചെയ്തേക്കുന്നത്. പുള്ളി പറയുന്നുണ്ട് അത് ആർട്ടിനെ കുറച്ചുകൂടെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ്, അല്ലെങ്കിൽ സ്നൈഡർ കട്ടിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് പുള്ളി വരുന്നത് അതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് ഗ്രേഡിങ് സെഷൻ. അവിടെ വെച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാനും എൻ്റെ ക്യാമറമാനും തീരുമാനമാണ് ലെറ്റ്സ് ഗോ 4:3. അപ്പം അതുവരെ നമ്മൾ CG ഒക്കെ നമ്മൾ കുറച്ചുകൂടെ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിച്ചതിന് ശേഷം CG ഒക്കെ കുറച്ചുകൂടെ അവർക്കൊരു
ആശ്വാസം കിട്ടി. സോ ദാറ്റ് ഫ്രെയിമിനകത്തേക്ക് വർക്ക് ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ. ഇനി അങ്ങോട്ട് ഫുള്ളി സിനിമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ആ ഈ ഇഡി സീക്വൻസസിലോട്ടൊക്കെ പോകുന്നത് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് യു ഡൺ ആക്ഷൻ ഇസ് വെരി നൈസ്. നല്ല രസമുണ്ട് ഏലിയൻ ഇരുന്നിട്ട് ഇടിച്ച് തെറിപ്പിച്ച് ബിഫോർ ദ ഡാൻസ് ഒബ്വിയസ്ലി. ബട്ട് ദെൻ ഈ ആക്ഷൻ ഉണ്ടെന്നൊക്കെ ഉള്ളത് വാസ് ഇറ്റ് വെരി എക്സൈറ്റിംഗ് ബിക്കോസ് ഐ ഹവ് നോട്ട് സീൻ യു യുനോ ഇൻ ദാറ്റ് ഒരു ഫുൾ ബ്ലോൺ ക്യാരക്ടർ ലൈക്ക് ദാറ്റ്. ആക്ഷൻ ഒന്നും ആദ്യം ഇല്ലായിരുന്നു അല്ലേ? ആക്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ അകത്ത് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. ആക്ഷൻ എന്നുവെച്ചാൽ ഒരു ചെറിയ അങ്ങനെ അത്രയും ഭയങ്കര സെറ്റപ്പിലുള്ള ഒരു ആക്ഷൻ ഇല്ലായിരുന്നു. ലാസ്റ്റ് ചെറിയ ഇൻഡോർ നമ്മൾ അതേ അതിനെ നമ്മുടെ മൈഡർ കുടിച്ചാത്തൻ സ്പേസ് ഒഡീസി പോലെ ഒരു കറങ്ങുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിനകത്ത് ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം അതും കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മളെല്ലാം കോവിഡ് വന്ന് ഭാഗ്യവശാൽ ഞങ്ങളൊക്കെ അന്തറിലാവുന്നത്. നന്നായി ഞങ്ങൾ വിചാരിക്കുന്നത് ബിക്കോസ് അതായത് അപ്പെന്ന് വെച്ചാൽ ഫൈറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇങ്ങനെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഒരു സെക്കൻഡ് ഷെഡ്യൂള് ഇതുപോലെ പ്ലാൻ ചെയ്യുമ്പോഴാണ് കുറെ പുറത്തെ സീൻസ് ഒക്കെ വരുമ്പോഴാണ് ഇതുപോലെ വലിയൊരു ഫൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഫൈറ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഒരു മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ആ ഫൈറ്റ് ആയിരുന്നു. കാര്യം അങ്ങനെ നമുക്കൊരു റിഹേഴ്സലോ അത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ശാരീരികമായിട്ട് കുറച്ച് സ്റ്റിഫാ. അപ്പൊ എനിക്ക് എന്തുമാത്രം ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നതിലൊക്കെ ഉള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല നല്ല രസമായിട്ട് പോയി. And then we already know that there is your spin-off that's coming out. Will we get to see Aliyama with Mani and Chittappan? What is going to happen? Let us know more about Mani and Chittappan. ഉണ്ടാവും. അത് കുറച്ചുകൂടി ഫിലിം കണ്ടുകൊണ്ടുകൂടി തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. എന്നാലും ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു തിരിച്ച് നോടുണ്ടാവും. ഐ ഹോപ്പ് ഏലിയമ്മയുടെ വരവ് തിയേറ്ററിൽ ഒരു ചെറിയ മാസ് മൊമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് ദിസ് പ്ലാൻ വിൽ ഓൾസോ ഡു എ കംബാക്ക്. അതുകൊണ്ടാവും. But there's a doubt. നമ്മൾ ആ സിനിമയ്ക്കകത്ത് കാണുമ്പോൾ there's a comic പോലത്തെ ഒരു സംഭവം is reading, but then on the face of it is some, I mean, I think it was Prithvi. Yeah. So അത് is it like a നമ്മളിപ്പോൾ ബാലരമ പോലെ പല സാധനം വരുന്ന എന്തെങ്കിലും ഒരു കോമിക് സാധനമാണോ? വെരി ക്യൂരിയസ്. അതുകൊണ്ട് അതെ, അതിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു നമ്മുടെ ഒരു 3D ആയിട്ടുള്ള നമ്മളീ പറയുന്ന നമ്മുടെ യൂണിവേഴ്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു 2D കോമിക് ബുക്ക് മാത്രമാണത്. അപ്പം എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസിനകത്ത് പറയുന്ന പോലെ ആ ഒരു 2D വേഴ്സിനകത്ത് മേ ബി ഒരു 2D യൂണിവേഴ്സ് തന്നെ ഉണ്ടാവാം. അപ്പോൾ അതിനകത്ത് മേ ബി രാജുവേട്ടൻ ഈസ് ദ മണി ചിറ്റപ്പൻ. സോ അല്ലാതെയും വേറെ മൾട്ടിവേഴ്സുകൾ ഒരുപാടുണ്ട്. അപ്പം മണി ചിറ്റപ്പനെ ഇതിനകത്ത് ഒരു മണി ചിറ്റപ്പൻ അല്ല, കുറേ മണി ചിറ്റപ്പന്മാരുണ്ട്. അപ്പം മോർ ലൈക്ക് രാജുവേട്ടനെ വെച്ച് വേറൊരു സ്പിൻ പോസിബിലിറ്റി അല്ല, അതൊക്കെ നമുക്ക് പുള്ളിയുടെ അതോറിറ്റിയും പുള്ളിയുടെ അക്നോളജ്മെന്റും ഒക്കെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഒരു ഫാൻ സർവീസ് മാത്രമാണ്. പുള്ളി അങ്ങനെ ഭയങ്കര ബാഡാസ് അതർ വേൾഡിൽ ഡോക്ടർ സ്ട്രേഞ്ച് പോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കട്ട ഫാനാണ് ഞാൻ. അപ്പോൾ അതിനുള്ളൊരു ട്രിബ്യൂട്ട് മാത്രമാണ്, ഫാൻ സർവീസ് ആണ്. സൂപ്പർ. വി ഹാവ് എ സ്മോൾ തിങ് ദാറ്റ് വി ഡു ഹിയർ ആൻഡ് ദാറ്റ് ഈസ് മാനിഫെസ്റ്റിംഗ് വിത്ത് ദ ട്രൈബ്. സോ വി മാനിഫെസ്റ്റ് ഡ്രീംസ് ടുഗെദർ. സോ നിങ്ങളുടെയൊക്കെ അപ്കമിങ് what are you waiting for and what are you manifesting for എന്നുള്ളത് if you can share with us? ഒരു സീരീസ് നെക്സ്റ്റ് ഇയറിലത്തേക്ക് ഇറ്റ്സ് ഡൺ. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനും ഒരു 70% ആയിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് സംഭവ വിവരണം നാലര സംഘം, ദ ക്രോണിക്കൽസ് ഓഫ് ദ 4.5 ഗ്യാങ്. ഒരു ആക്ഷനും ഇറ്റ്സ് എ സീരിയസ് കോമഡി ഗാങ്സ്റ്റർ സീരീസ് ആണ്. പിന്നെ ഐ ഓൾസോ ഹാവ് എ ഗാങ്സ്റ്റർ ഫിലിം കമ്മിങ് കോൾഡ് ദി ആർട്ട് ഓഫ് വാർ, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ബുക്ക് ദി ആർട്ട് ഓഫ് വാർ. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞതാണ്. അല്ലാതെ ഞാനൊരു സൈഫൈ സീരീസ് പിച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ സീരിയസ് ആണ്. പിന്നെ ഇറ്റ്സ് നോട്ട് എ മോക്യുമെൻ്ററി, ഒരു സൈഫൈ സീരീസ് ആണ്. പിന്നെ അല്ലാതെ എനിക്ക് വേറെ ഒരു 2 ഫിലിംസും ഇപ്പോൾ സൈൻഡാണ്. അതിലേതെങ്കിലും ബൈ ഡിസംബർ ഇതിലേതെങ്കിലും ഒന്നിൽ കയറും. ഔട്ട് ഓഫ് ദിസ് 3 എന്തെങ്കിലും കയറും. പിന്നെ ഇതാണ് എൻ്റെ ഇത്. പിന്നെ എനിക്ക് ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് റിയലി വാണ്ട് ടു ഡു സംതിങ്. You think he's a good actor? I have acted in my series. Oh, nice. This നാലര സംഘം. Big time surprise. അപ്പം അത് മേ ബി എൻ്റെ അടുത്തേലും ഉണ്ടാവും. Oh wow, nice. And just one more doubt. Where do you get the names of your films? It's all very... എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ whenever I pitch something, a lot of people say that അവർക്ക് 2 സിലബിളുള്ള പേര് വേണമെന്ന് പറയും. പക്ഷേ ഐ ലൈക്ക് മൂവീസ് ലൈക്ക് ദ പിജിയൻ സാറ്റ് ഓൺ എ ബ്രാഞ്ച്
വണ്ടറിങ് അബൌട്ട് എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ഞാൻ കണ്ടു ദർ ഇസ് നത്തിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ്, ഇങ്ങനെ കുറേ ഘട്ടം വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്. എനിക്ക് അങ്ങനത്തെ പേരുകൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു മേക്ക് എൻ ഐഡൻറ്റിറ്റി വിത്ത് ദോസ് നെയിംസ്, ഈ നെയിം അറിയാമെന്നുള്ള ആൾക്കാർക്ക് ദേ ഫീൽ പ്രൗഡ് ദാറ്റ് എനിക്കിങ്ങനെ ഒരു പടം അറിയാം. അപ്പോൾ എന്ന് വെച്ചാൽ സുങ്സുവിൻ്റെ സംഘർഷ ഘടന ദി ആർട്ട് ഓഫ് വാർ എന്നാണ് അതിൻ്റെ ഫുൾ പേര്. അപ്പം കുറച്ച് ബുദ്ധിമുട്ട് ഇദ്ദേഹമാണ് എൻ്റെ ടൈപ്പോഗ്രഫി ഡിസൈൻ ചെയ്തത്. സംബഡി ഹു റിയലി ഫോളോ മൈ വർക്ക് നോസ് ദാറ്റ് ഇറ്റ് സുങ്സുവിൻ്റെ സംഘർഷ ഘടന ദി ആർട്ട് ഓഫ് വാർ. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഐഡൻറ്റിറ്റിയുടെ തന്നെ ഭാഗമാണ്. അപ്പം വെൻ വി ആർ ബ്രാൻഡിങ് അവർ സെൽഫ്സ്, എനിക്കൊരു 2 syllable നെയിം വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ തോന്നത്തില്ല. അതെനിക്ക് ഭയങ്കര തിരിച്ചടിയായിട്ട് തന്നെ വെൻ ഐ പിച്ച് ടു OTTs, വെൻ ഐ പിച്ച് ടു ലോട്ട് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, അവർ പറയും ഇത് ഓർക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ നൗ ഇത് എനിക്ക് പതുക്കെ ഒരു ഐഡൻറ്റിറ്റി ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് ശാപമാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും വരണമെന്നില്ലല്ലോ. അതെ, ആപ്റ്റായിട്ടുള്ള ലോങ് നെയിംസ് മാത്രമല്ല, ഇന്ന് മലയാള ഭാഷ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു സൗന്ദര്യം കൂടെ എവിടെയെങ്കിലും ഒക്കെ വരണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ദി ആർബിറ്റ് ഡോക്യുമെന്റ്, എനിക്കത് ആ ഒരു ആൻഡ് ദെൻ ഇതിന്റെ ട്രാൻസ്ലേഷൻ ആവരുത് അങ്ങനെയൊക്കെ കുറച്ച്. പക്ഷേ എനിക്ക് പുരുഷപ്രേതം ദ മെയിൽ കോർപ്സ് ഒക്കെ ട്രാൻസ്ലേഷൻ ആയിപ്പോയി. അതിന് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒന്നും കിട്ടിയില്ല. പിന്നെ ഐഡൻറ്റിറ്റി ഇറ്റ്സ് ലൈക്ക് എ കമേഴ്ഷ്യൽ പ്രോഡക്റ്റ്. നമ്മുടെ ആസ് എ ബ്രാൻഡ്, ഞാൻ എന്നെ ഒരു ബ്രാൻഡായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് എൻ്റെ ബ്രാൻഡിൻ്റെ കൂടെ വരുന്ന ശാപങ്ങളും ഗുഡ് തിങ്സുകളിലും ഒരു ശാപമാണ് ഈ പേര്. പക്ഷെ അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഇഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ആലോചിച്ചാണ് ഞാൻ പേരിടാൻ കുറേ സമയം എടുക്കും. ഞാൻ ഒരു വെബ് സീരീസ് വരുന്നുണ്ട്. അപ്പം അത് ഒരു 4 പെണ്ണുങ്ങളുടെ കഥ. സോ അതിലൊരു വേഷമുണ്ട്. ബട്ട് ഏലിയമ്മ ഹാസ് ബീൻ വൺ ഓഫ് യുവർ ബെസ്റ്റ് ഇതുവരെ സോഫാർ ഇൻ ദ കരിയർ. ഒരു നല്ലൊരു എവറിത്തിങ് ഗുഡ് അറൗണ്ട് സംഭവിച്ച ഒരു ക്യാരക്ടറാണല്ലേ. എന്ന് വെച്ചാൽ ദ ക്യാമറ ഈസ് ഓൺ ഹർ ഫോർ എ ലോട്ട് ഓഫ് ടൈം. ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പുള്ളിക്കാരിയെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അനാർക്കലി നമ്മൾ ഒരുപാട് വർക്കിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുന്ന ശബ്ദം പോലും ഇല്ല. അത് ഞാൻ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സ്ട്രഗിളിങ് ഫിലിം മേക്കറിൻ്റെ സ്ട്രഗിൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ആ മൊമെൻറ്റിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന മനസ്സ്, അവിടെ ഒരു ഹിസ്റ്റേഷൻ കാണിക്കാത്ത ഒരു സ്പേസ് എന്നൊക്കെ പറയുന്നത് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചോളം ആ തലവേദന ഒഴിഞ്ഞു കിട്ടുക. അത് ഒഴിഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്കറിയാം എത്രത്തോളം വലിയ തലവേദനയാണെന്നുള്ളത്. ഒരു ചെറിയ ഹിൻഡ്രൻസ്, ഒരു ചെറിയ അയിലൊക്കെ നമുക്ക് ആ ഹിസ്റ്റേഷൻ കമ്മ്യൂണിക്കേറ്റ് ആയി കഴിഞ്ഞാൽ ഹോൾ ഫിലിം മേക്കിംഗ് നമ്മൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡ് പ്രിപ്പയർ ആവും. ഒരു ബ്രെയിൻ ആ സൈഡിലേക്ക് മാറ്റും. പക്ഷേ ഫുൾ ക്രിയേറ്റീവ്ലി എനിക്ക് ഇൻവോൾവ് ആകാൻ പറ്റിയത് ബിക്കോസ് ഓഫ് അനാർക്കലി. അത് അങ്ങനത്തെ ആർട്ടിസ്റ്റിനെ കിട്ടുന്ന ഭയങ്കര ലക്കാണ്. മെസ്സേജ് അല്ലല്ല, അത് ഭയങ്കര പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഉടനെ നിഴൽ വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം, കട്ട് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം, ആ ചേട്ടൻ്റെ ഷർട്ട് നമുക്ക് ഇട്ടിട്ട് OTS കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് ലൈക്ക് മേക്കിംഗ് ദിസ് പേഴ്സൺ കംഫർട്ടബിൾ സോ ദാറ്റ് നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫുൾ വർക്ക് അറൗണ്ട് ആവും. സോ ഓണസ്റ്റ്ലി എനിക്ക് സിനിമ കണ്ടപ്പോൾ ഐ റിയലി ഫെൽറ്റ് അറ്റ് നോ പോയിന്റ് വി ആർ നോട്ട് തിങ്കിങ് ദാറ്റ് ഷീ ഈസ് ആൻ ഏലിയൻ. സോ ഐ തിങ്ക് ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ബോത്ത് ഓഫ് യു രണ്ടുപേരും. ലൈക്ക് അത് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണെന്ന് എനിക്ക് തോന്നി. ഏലിയാമ്മ വാസ് വെരി വെരി എൻജോയബിൾ. ആൻഡ് വാട്ട് അബൌട്ട് യു? മാനിഫെസ്റ്റേഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിലിരിക്കുന്ന വളരെ ഇൻട്രോവേർട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ്. ബാക്കിൽ മാക്സിമം നിൽക്കാൻ പറ്റട്ടെ. അതുപോലെ തന്നെ എനിക്ക് കോഎക്സിസ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് കൃഷ്ണമേരനെ പോലത്തെ ആൾക്കാരോടൊക്കെ ക്രിയേറ്റീവ്ലി കൊളാബ് ചെയ്യാനും അതുപോലെ നല്ല ഫിലിം മേക്കേഴ്സിനോടൊക്കെ വർക്ക് ചെയ്യാനും എനിക്ക് അങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഒരു മൈൻഡ് ആൾക്കാർ അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെങ്ങനെ സഹകരിക്കാനും മ്യൂച്വലി എക്സിസ്റ്റ് ചെയ്യാനും കോഎക്സിസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പം ആ ഒരു കോഎക്സിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവട്ടെ, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കൊളാബറേഷൻസ് ഉണ്ടാവട്ടെ എന്നൊക്കെയുള്ളതാണ് അതിൽ. അതെ, അത് തന്നെയാണ് എൻ്റെ നേരത്തെ പറഞ്ഞില്ല. ഞാനിങ്ങനെ എന്താ മാനിഫെസ്റ്റ് ചെയ്യാന്ന് ആലോചിക്കുന്നത്. ഞാനും ആലോചിച്ചു കുറച്ച് ചത്തുപോലെന്നുള്ളതാണ്. പിന്നെ വി ലവ് ദ ഫിലിം ദാറ്റ് ഗഗനചാരി ഈസ്. ഒരുപാട് രസകരമായിട്ടുള്ള റെഫറൻസസും ഒരുപാട് രസകരമായിട്ടുള്ള ലേയേഴ്സും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ 2024 വൺ ഹ്യൂജ് സ്റ്റാൻഡ് ഔട്ട് ഫിലിമായിട്ട് ദിസ് വിൽ ബി സ്പോക്കൺ അബൌട്ട്. ആൻഡ് ഐ റിയലി ഫീൽ ഇത് തിയേറ്റേഴ്സ് കഴിഞ്ഞ് OTTയിലോട്ട് കുറച്ച് കൂടെ വരുമ്പോഴത്തേക്കും ഇനിയും സംസാരങ്ങളും മീംസും റീൽസും ട്രോൾസും ഒക്കെ വരട്ടെ. മേ ദിസ് ബി the greatest film so far in your careers. Thank you so much for being on Post Credits. It was wonderful talking to you all. Thank you.